ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ചില മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അയച്ചതാണ് ഈ വാങ് യിയെ. ഇതിനൊപ്പം തന്നെയാണ് പല ഘട്ടങ്ങളിലായിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളുമൊക്കെ നടക്കുന്നത്. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റഷ്യ നടത്തുന്ന ഓപ്പറേഷനാണെന്നാണ് ലോകം വിലയിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ലോകരാജ്യങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെടുത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, ഇത്രയും കാലം കൂടെ നിന്നിരുന്ന കാനഡ, UK, ഇറ്റലി, അതുപോലെ തന്നെ സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ട്രംപിൻ്റെ നിലപാട് കൊണ്ട് പൊറുതിമുട്ടി. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലും അമേരിക്ക കയറി ഇടപെടുന്നു. മാത്രമല്ല, ഇപ്പോൾ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും കാനഡയും സൗത്ത് കൊറിയയും പോലെയുള്ള രാജ്യങ്ങൾ പ്രധാനമായിട്ടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കില്ല. പക്ഷേ പരമ്പരാഗതമായി അവർ US-നൊപ്പമാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഉക്രൈൻ്റെ കാര്യത്തിൽ അനാവശ്യമായ ട്രംപിൻ്റെ ചില ഇടപെടലുകൾ കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റൊരു ചേരിയിലേക്ക് പോകാൻ പോകുന്നു. ഈ മറ്റൊരു ചേരി ഏതാണ്? അവിടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നയിക്കുന്ന ഒരു ചേരി. ഒപ്പം നിൽക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ചൈന, ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ. അപ്പോൾ മൂന്ന് വൻ ശക്തികൾ ഒന്നിച്ച് ഒരു പക്ഷത്തേക്ക് നിലകൊള്ളുന്നു. മറുപക്ഷത്ത് നിൽക്കും എന്ന് കരുതിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഒന്ന് വേണോ വേണ്ടയോ എന്ന ആലോചനയിലാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താ? വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് വൈറ്റ് ഹൗസിൽ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നു. ഈ കാര്യങ്ങൾ ഒരുക്കുമ്പോൾ തന്നെ ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു, ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2014 റഷ്യ പിടിച്ചെടുത്ത ക്രീമിയ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലവും ഇനി റഷ്യ വിട്ടുകൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ നിലവിൽ ഏതാണ്ട് ഉക്രൈൻ്റെ 30% സ്ഥലം റഷ്യയുടെ കൈവശമാണ്. ഈ സ്ഥലങ്ങളൊന്നും വിട്ടുകൊടുക്കില്ല, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മുന്നോട്ട് പോകണ്ട എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സെലൻസ്കിയുമായിട്ട് ട്രംപ് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ ട്രംപ് പറയുകയാണ്, വേണമെങ്കിൽ സെലൻസ്കി വിചാരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാം, പക്ഷേ പിടിച്ചെടുത്ത സ്ഥലമൊന്നും തിരിച്ചു കിട്ടില്ല. ഇത് കൃത്യമായിട്ട് സെലൻസ്കി മുന്നിൽ കണ്ടുകൊണ്ട് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കൂടിയാലോചിക്കുന്നു. ആ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും ഈ കാര്യത്തിൽ ഇടപെടുന്നു. എന്ന് പറഞ്ഞാൽ ട്രംപ് ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ ട്രംപ് എങ്ങനെയാണ് ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നത്? അതായത് പുടിൻ നേരത്തെ അലസ്കയിൽ വെച്ചൊരു ചർച്ചയിൽ ട്രംപിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അതായത് അവിടെ ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പുടിൻ പറഞ്ഞത് ട്രംപ് കേട്ടു എന്ന രീതിയിലാണ് പിന്നീട് വാർത്തകളൊക്കെ പുറത്തു വന്നത്. അതായത് ഇപ്പോൾ സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ അജണ്ട എന്താണെന്ന് പുടിൻ നിശ്ചയിച്ചു, തീരുമാനം എന്താണെന്നും പുടിൻ തീരുമാനിച്ചു. അത് ട്രംപിനോട് പറഞ്ഞു. അത് നടപ്പിൽ വരുത്തുന്ന ഒരു ഇടനിലക്കാരൻ്റെ റോൾ മാത്രമേ ട്രംപിനുള്ളൂ. ആകെ നാണം കെട്ട അവസ്ഥയിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അമേരിക്കയുടെ പിടി, അതായത് ലോക പോലീസ് എന്ന് പറയുന്ന ഒരു അധികാരഭാവം 10-35 വർഷമായിട്ട് കൊണ്ടു നടന്ന അതൊക്കെ ഒന്നിനു പുറകെ ഒന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 1939 മുതൽ 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. ആ സമയത്ത് ജർമ്മനിയും അതുപോലെ തന്നെ ബ്രിട്ടനുമായിരുന്നു ലോകത്തിലെ വൻ ശക്തികൾ. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരാണ് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ വലിയ വിജയമൊക്കെ നേടിയെങ്കിലും അവർ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. പിന്നീട് അവരെ സഹായിക്കാനായിട്ട് അമേരിക്ക രംഗത്ത് വരികയായിരുന്നു. ഇപ്പുറത്ത് തോറ്റ് ഓടിപ്പോകേണ്ട അവസ്ഥ ജർമ്മനിക്കുണ്ടായി. അവരുടെ സാങ്കേതിക വിദ്യ അടക്കം അമേരിക്കയെ അടിച്ചു മാറ്റി. ഈ സമയത്തൊന്നും തന്നെ അമേരിക്ക ഏതെങ്കിലും ചേരിയിൽ നിലകൊള്ളുകയോ അല്ലെങ്കിൽ യുദ്ധത്തിൽ അനാവശ്യമായി ഇടപെടുകയോ ചെയ്തില്ല. USSRും അതുപോലെ തന്നെയാണ്. 1917 വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട USSR തങ്ങളുടെ രാജ്യം വിപുലമാക്കുക അല്ലെങ്കിൽ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക, ഈ കാര്യങ്ങളാണ് ഇടപെട്ടത്. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജപ്പാനെ ബോംബ് വെച്ചൊക്കെ തകർത്തു. അതോടുകൂടി ജപ്പാൻ പിന്നീട് അമേരിക്കയുടെ പറച്ചിൽ കേട്ട് വ്യാവസായിക മേഖലയിലേക്ക് തങ്ങളുടെ നിലപാട് മാറ്റി. അപ്പോൾ വീണ്ടും ചേരികൾ രൂപം കൊള്ളുകയാണ്. USSR എന്ന് പറയുന്ന ഒരു ചേരി ഇപ്പുറത്തും അമേരിക്ക എന്ന് പറയുന്ന ചേരി മറുവശത്തുമായിട്ട് നിൽക്കുന്നു. അമേരിക്കൻ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സഹായമായി കൂടെ നിൽക്കുന്നു. ഇപ്പുറത്തേക്ക് റഷ്യയെ പിന്തുണയ്ക്കുന്ന ചില രാജ്യങ്ങളുണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ്
കമ്മ്യൂണിസത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ, മുതലാളിത്തത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഈ റഷ്യൻ സോഷ്യലിസം അല്ലെ റഷ്യൻ കമ്മ്യൂണിസത്തെ ചൂട് പിടിച്ച് അങ്ങോട്ടും മാറുന്നു. ഇങ്ങനെ രണ്ട് ശാക്തിക ചേരികളായിട്ട് വരുന്നു. ഇതിനിടയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ നിന്ന ചൈന ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു. കാരണം റഷ്യ അമേരിക്കയ്ക്ക്, അതായത് USSR അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ ഒപ്പം നിന്ന ചൈനയെ അമേരിക്ക പതുക്കെ തങ്ങളുടെ വശത്തേക്ക് വരുതിയിലാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങളുടെ രാജ്യം വികസിക്കാം. ചൈന ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും അങ്ങനെ അമേരിക്കയിലെയും യൂറോപ്പിലെയും നിരവധി കമ്പനികൾ ചൈനയിൽ പോയി നിക്ഷേപം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ചൈന ലോകത്തിൻ്റെ തന്നെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറുന്നത്. അങ്ങനെ ചൈന സാമ്പത്തികമായി പതിയെ പതിയെ വളർന്നു. ഒപ്പം അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു, സാമ്പത്തികമായ സ്ഥിരത നേടുകയും ചെയ്തു. മാത്രമല്ല ചൈന ഒരു ഏകാധിപത്യ രാജ്യമായതുകൊണ്ട് അവിടെ തൊഴിലെടുപ്പിക്കാൻ അവർക്ക് എളുപ്പമാണ്. അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. അപ്പം രാജ്യം ഭരിക്കുന്ന ആളുകളുടെ ഒരു ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് ജനതകൾ കഠിനമായി ജോലി ചെയ്യുകയും ചൈനയ്ക്ക് സാമ്പത്തികമായി ഒരുപാട് വളർച്ച ഉണ്ടാകുകയും ചെയ്തു. ഇപ്പുറത്തേക്ക് റഷ്യയും വളർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ റഷ്യയും ചൈനയും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടായി. അവിടെയാണ് അമേരിക്ക അപകടം മുന്നിൽ കാണുന്നത്. കാരണം ചൈന തങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, തങ്ങൾ കൊടുത്ത അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഇന്ന് അമേരിക്കയെ വെല്ലുവിളിപ്പിക്കുന്ന രീതിയിലേക്ക് ചൈന മാറുന്നു. ഇവിടെയാണ് ഇന്ത്യയുമായിട്ട് അമേരിക്ക കൈകോർത്തു തുടങ്ങിയത്. കാരണം ഇന്ത്യൻ ഭരണാധികാരികളുമായിട്ട് അമേരിക്ക നല്ല ബന്ധമൊക്കെ പുലർത്തുന്നു. പുറമേ ചിരിയൊക്കെ ആണെങ്കിലും അകത്ത് ഇന്ത്യക്കുള്ള പണിയൊക്കെയാണ് തരുന്നത്. പക്ഷേ പിന്നീട് വന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങളിൽ, സൈനിക കാര്യങ്ങളിൽ, നയതന്ത്ര കാര്യങ്ങളിൽ ബുദ്ധിപരമായ നീക്കം നടത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് ഒബാമ വരുന്നു, പിന്നീട് ജോ ബൈഡൻ വരുന്നു, ട്രംപ് വരുന്നു. ഒക്കെ ഈ ട്രംപ് വന്നപ്പോൾ മോദിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി. എന്നിട്ട് ഇന്ത്യയിലേക്ക് ചൈനയിൽ നടത്തിയിരുന്ന പല നിക്ഷേപകരെയും കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യയെ ചൈനയ്ക്ക് ബദലായി വളർത്തിക്കൊണ്ടുവരിക, ഇതായിരുന്നു അമേരിക്കയുടെ തന്ത്രം. ഇന്ത്യ ആ തന്ത്രമൊക്കെ മനസ്സിലാക്കിയെങ്കിലും നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ചു. പക്ഷേ അമേരിക്കയുടെ ഒരു അടിയാളനായിട്ട് നിൽക്കാനായിട്ട് ഇന്ത്യ തയ്യാറായില്ല. ഇവിടെ വീണ്ടും ട്രംപ് ഞെട്ടി. മാത്രമല്ല ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തിയിൽ ചെറിയ ചെറിയ സംഘർഷങ്ങളുണ്ടായി. ഈ സംഘർഷങ്ങൾ ഗാൽവാനിലുണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്ന് രൂക്ഷമാവുകയും പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ, അതായത് മോദിയും ഷീ ജിൻപിങ്ങും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി ആ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിർത്തിയിലും സമാധാനം കൈവന്നു. അപ്പം നിലവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന രാജ്യമാണ് റഷ്യ. അങ്ങനെ ചൈനയും ഇന്ത്യയും തമ്മിൽ യോജിച്ച് നിൽക്കുന്നു. ഇന്ത്യയും റഷ്യയുമായി കാലങ്ങളായിട്ട് നയതന്ത്ര സൈനിക ബന്ധങ്ങളുണ്ട്. ചൈനയും റഷ്യയുമായിട്ട് അതിനു മുമ്പേ ബന്ധമുണ്ട്. അപ്പം ഈ മൂന്ന് രാജ്യങ്ങൾ ഒരു ശാക്തിക ചേരിയായിട്ട് മാറുന്നത് ട്രംപിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ട്രംപിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ഏതാണ്ട് 35 വർഷത്തോളം ഒറ്റയാലായിട്ട് കരുതിയിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ വലിയ ഭീഷണി നേരിടുന്നു. കാരണം കൂടെ ഉണ്ടായിരുന്ന കാനഡയ്ക്ക്, UK-ക്ക്, ഓസ്ട്രേലിയയ്ക്ക്, ന്യൂസിലൻഡിനൊക്കെ തന്നെ ഇവർ വലിയ തോതിൽ തീരുവ ഉയർത്തി. അതോടുകൂടി ആ രാജ്യങ്ങൾ ഈ അമേരിക്ക ഏതാണ്ട് തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഉക്രൈൻ്റെ യുദ്ധം നിർത്താനായിട്ട് സെലൻസ്കി വിചാരിച്ചാൽ പറ്റും. പക്ഷേ 2014 രക്തം ചൊരിയാതെ റഷ്യ പിടിച്ചെടുത്ത ക്രീമി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊന്നും കൊടുക്കില്ല. കാരണം അത് റഷ്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ്. പിടിച്ചെടുത്ത 30% ഞങ്ങൾ തന്നെ നിലനിർത്തും. ഇതാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി. ഇത് പുടിൻ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ചൈനയിലേക്ക് പോകുന്നതിനെ ലോകം ഉറ്റുനോക്കുന്നത്. ഇതിനുവേണ്ടി മാത്രം അവിടുത്തെ വിദേശകാര്യ മന്ത്രിയെ ഇന്ത്യയിലേക്ക് അയച്ച് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ലോക മാധ്യമങ്ങളൊക്കെ ശ്രദ്ധ ഇപ്പോൾ ചൈനയിലേക്ക് തിരിക്കുന്നു. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുമ്പോൾ അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇവർ 3 പേരും കൂടെ നിൽക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിന് ഇപ്പോൾ അമേരിക്കയെ വലിയ വിശ്വാസമില്ല. കാരണം അവർക്ക് മേലും വലിയ സാമ്പത്തിക ചെലവൊക്കെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. അതുകൊണ്ട് ട്രംപിനെ
ട്രംപിനെ തള്ളാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ചില മീറ്റിങ്ങുകൾ നടക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഭാവിയിലും പ്രശ്നം ഉണ്ടാകരുതെന്ന് മാത്രമല്ല, ചില ട്രേഡ് സംബന്ധിച്ചുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ ഇരു രാജ്യങ്ങളും സ്വീകരിക്കും. സാഹോദര്യം, സൗഹൃദമൊക്കെ തന്നെ മെച്ചപ്പെടുത്തും. മാത്രമല്ല, റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കരുത്, ആയുധങ്ങൾ മേടിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ത്യക്ക് മേൽ തീരുവ കൂട്ടി. ഇതൊന്നും നമ്മൾ വകവെച്ചില്ലെന്ന് മാത്രമല്ല, റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്തു. അപ്പോൾ പുടിനാണ് ഇനി കാര്യങ്ങൾ ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഇടവും വലവുമായിട്ട് മോദിയും ഉണ്ടാകും, ഷിയും ഉണ്ടാകും. ഇവിടെ ട്രംപിന് ഇനി എന്താണ് റോള്? കാരണം കൂടെ ഉണ്ടാകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ കൈവിട്ട് നിൽക്കുന്നു. എന്തിന്? കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇപ്പോൾ അമേരിക്കയോട് വലിയ താല്പര്യമില്ല. മാത്രമല്ല, ഫ്രാൻസ് എത്രയോ കാലമായിട്ട് അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്നു. കൂടാതെ ജർമ്മനിയും ഇറ്റലിയും ബ്രിട്ടനും ഒക്കെ ഇതേ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി അമേരിക്ക ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രംപിനെ മാറ്റിയിട്ട് ഇനി മറ്റൊരു ഭരണാധികാരിയെ കൊണ്ടുവന്നാൽ പിടിച്ചു നിൽക്കാമെന്നൊക്കെ പറയുന്നു. ഇവിടേക്കാണ് ഡീപ് സ്റ്റേറ്റ് ചില ഇടപെടലൊക്കെ നടത്തുന്നത്. ഞങ്ങൾ പറയുന്നത് പോലെ ട്രംപിനി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ നമ്മളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നു, ഈ സെലൻസ്കിയെ വിളിച്ചിട്ട് ട്രംപ് ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അത് പുടിൻ എന്താണ് നിർദ്ദേശിച്ചത് അത് അതുപോലെ തന്നെ സെലൻസ്കിയോട് പറഞ്ഞു കൊടുക്കാനുള്ള മീറ്റിംഗ് ആണ് ഇത്. സെലൻസ്കി മുന്നിൽ കാണുന്നുണ്ട്. ആ രാജ്യത്തെ ജനങ്ങൾ, സൈനികരൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി സ്വന്തം സ്ഥലവും നഷ്ടപ്പെടുത്തി ഈ അമേരിക്ക പറയുന്നത് കേട്ട് റഷ്യയുടെ മുമ്പിൽ കീഴടങ്ങിയാൽ സെലൻസ്കിക്ക് അവിടെ നിലനിൽക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് സെലൻസ്കി ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെ ഒരുപക്ഷെ തള്ളാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ തള്ളിയാൽ അമേരിക്കയുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നതിനെക്കുറിച്ച് ഉക്രൈന് വലിയ ധാരണയുമില്ല. എന്തായാലും ട്രംപ് പുടിൻ്റെ മുമ്പിൽ ഒരു കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമാകുന്നു. ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി കഴിയുന്നതോടുകൂടി ഇന്ത്യയും റഷ്യയും അതുപോലെ തന്നെ ചൈനയും തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ലോകക്രമം നടക്കാൻ പോകുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.